ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പ് തന്നെയാണ്. അതിൽ യാതൊരുവിധ അസത്യവുമില്ല. ഒപ്പം പെൺകുട്ടികളെ ഫോണിലൂടെയും അല്ലാതെയും നിരന്തരം പിന്തുടർന്നു എന്നുള്ളതാണ്, പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ളതാണ് കൃത്യമായി തന്നെ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള വകുപ്പുകൾ, അതായത് BNS 78(2), അതുപോലെ തന്നെ 351 പോലീസ് ആക്ട് 120 എന്നുള്ളതാണ് ഈ FIR-ൽ കൃത്യമായി തന്നെ പറയപ്പെടുന്നത്. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന ശല്യം ചെയ്തെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഒപ്പം ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത്. ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും FIR കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് FIR-ന്റെ പകർപ്പ് 24-ൽ ലഭിച്ചിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 5 പേരുടെ പരാതികളുടെ അടിസ്ഥാനത്തിലാണ്. 5 പേരും മൂന്നാം കക്ഷികളാണ് എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരകളെ ആരും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല. ഇരകളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു, ഒപ്പം ഇരകളുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.